എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. സീരിയൽ തുടങ്ങുന്നത് തന്നെ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ ആദിയുടെ മാതാപിതാക്കളോടും നമ്മുടെ മറ്റേ കുട്ടിയുടെ പാരൻസിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആകാശാണ് സംസാരിക്കുന്നത്. ആകാശ് പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്താൽ ആരായാലും തല്ലും, ഒരു കുട്ടിയോട് നിനക്ക് എത്ര ഡാഡി ഉണ്ടെന്ന് ചോദിച്ചാൽ ആരായാലും തല്ലും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, എൻ്റെ അടുത്ത് വന്ന് പരാതി പറയാമല്ലോ എന്ന് പറയുന്നു. അപ്പം പ്രിൻസിപ്പൾ ചോദിക്കുന്നു, മഹേഷിനൊന്നും പറയാനില്ല എന്ന് ചോദിക്കുന്നു. അപ്പം മഹേഷ് പറയുന്നു, എൻ്റെ മോൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ അവനോട് ഒരു പ്രാവശ്യം ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ വളരെ താണുകേട് പാരൻസിനോടും പ്രിൻസിപ്പലിനോടും അപേക്ഷിക്കുകയാണ്. അങ്ങനെ മറ്റേ എസ് ഐ പറയുന്നു, കുഴപ്പമില്ല, ഞങ്ങൾ പരാതി ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല, എന്തായാലും ആദ്യം ഇവിടെ പഠിക്കട്ടെ, അവൻ നല്ല കുട്ടിയായി വളരട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അങ്ങനെ ആദ്യക്ക് ടി സി ഒന്നും കൊടുക്കാതെ അവിടെ തന്നെ പഠിക്കാനുള്ള അവസരം ഒരിക്കൽ കൂടി പ്രിൻസിപ്പൽ കൊടുക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ആകാശിന് മനസ്സിലാകുന്നുണ്ട് മഹേഷ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ആദ്യം അവിടെ നിർത്തിയത്, പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആകാശ് മഹേഷുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ആകാശ് രചനയും കൂടെ മഹേഷിനെ ഇട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുകയാണ്. നിന്റെ ഭാര്യ ചെയ്തതും നിന്റെ ഭാര്യ അങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ആകാശ് സംസാരിക്കുകയാണ്. അപ്പം മഹേഷ് ഒന്നും ആദ്യം മിണ്ടുന്നൊന്നുമില്ല. അപ്പം ആദ്യം പറയുന്നത്, താങ്കൾ എന്തിനാണ് വന്നത്, താങ്കൾ എൻ്റെ ആരുമല്ല എന്നുള്ള രീതിയിലൊക്കെ പറയണം. അപ്പം മഹേഷ് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ്. ഇതും പറഞ്ഞ് ആദ്യം അങ്ങോട്ടേക്ക് പോവുകയാണ്. പുറകെ രചനയും പോകുന്നു. അങ്ങനെ ആകാശ് പിന്നെയും മഹേഷിനോട് മോശമായി സംസാരിച്ചപ്പോൾ മഹേഷ് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ വിടുന്നു. എന്നിട്ട് പറഞ്ഞു, സ്കൂളായി പോയി, അല്ലെങ്കിൽ നിന്നെ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നു. അപ്പം ആകാശ് പറയുന്നു, നീ കണ്ട നിൻ്റെ മകളെയും ഞാൻ എൻ്റെ കൂടെ കൂട്ടും, നിൻ്റെ മകളും മകനും എൻ്റെ കൂടെ കിടക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അങ്ങനെ അതും പറഞ്ഞ് അങ്ങ് ഇത് ചെയ്യാണ്. അങ്ങനെ അവരങ്ങനെ കടന്നു പോകുന്നു. പിന്നീട് മഹേഷ് വീട്ടിൽ പോയിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതൊക്കെ, ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ആശുവിൻ്റെ മകനാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ആശുവിനോട് പറയുകയാണ്. അപ്പോൾ ഈ ആദ്യം ഇടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആശുവിൻ്റെ അമ്മായിയമ്മ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പം മോനത് പെട്ടെന്ന് പറയുകയാണ്, ഇങ്ങനെ ആദ്യം സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കി ഒരുത്തൻ്റെ മൂക്കിടിച്ച് പരത്തി എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പം പിന്നെ അവർ അങ്ങ് യശുദേനെ അങ്ങ് ശപിക്കാനും തുടങ്ങി. അവൾ ലാസ്റ്റ് ഒറ്റപ്പെടും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. എന്തായാലും അവൾ അവരുടെ അമ്മയല്ലല്ലോ, പ്രസവിച്ച അമ്മ തന്നെയാണ് അവരുടെ യഥാർത്ഥ അമ്മ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്ന് പറയുകയാണ്. അപ്പം മോൻ ചോദിക്കുന്നു, അതെന്താ ഇഷിതാൻ്റിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അമ്മയെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞിരിക്കുന്നു. പിന്നീട് മഹേഷ് ഇഷിതയും നിൽക്കുകയാണ്. അപ്പം മഹേഷ് ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന സമയത്ത് ഇഷിത പറയുന്നു, വിഷമിക്കേണ്ട, നമുക്ക് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പം പറയുന്നു, എങ്ങനെ പറ്റും, അതിനൊന്നും കഴിയില്ലടോ, അവൻ എന്നെ കണ്ണെടുത്ത കണ്ടൂടെ, എന്നോട് വെറുപ്പാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നു, എല്ലാം ഡിവോഴ്സായി പോകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്, പക്ഷേ അവരെ നല്ല രീതിയിൽ വളർത്താനും പറ്റും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെയാണ് എപ്പിസോഡ്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ശരിയാക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ഇഷിത തീരുമാനമെടുക്കുകയാണ്. മഞ്ജിമ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരുന്ന സമയത്ത് നമ്മുടെ ഇഷിത മഹേഷിനോട് പറയുന്നു, നമുക്ക് കൈലാസിനെ രക്ഷിക്കാൻ എനിക്ക് പരാതിയില്ലാന്ന് എഴുതി കൊടുക്കാമെന്ന് പറയുന്നത്. അങ്ങനെ അവർ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ജാമ്യം എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ എസ് ഐ ജോർജ് പറയുന്നു, അതിന് കൈലാസ് ഇവിടെ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഇവർ ഞെട്ടിപ്പോവുകയാണ് അവിടെ എന്താ സംഭവിച്ചതെന്ന്. പക്ഷെ അതിനു മുമ്പ് തന്നെ ആകാശ് മേനോൻ കൈലാസിനെയും കൊണ്ട് പോയിട്ടുണ്ടാവും. കാരണം മഹേഷിനെ എങ്ങനെ പണി കൊടുക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ. അങ്ങനെ ഈ നമ്മുടെ ഇവർ വിഷമിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കൈലാസിനെ കാണുന്നില്ല. അപ്പം കൈലാസിനെ കാണാതായതും ഈഷിതയാണെന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ വരുത്തി തീർക്കാനാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇഷിതയുടെ വീട്ടിലുള്ളവരും ഇത് തന്നെ പറയുന്നു, ഇനിയിപ്പോൾ അവനെ കാണാതായത് നമ്മുടെ മോള് കാരണമെന്ന് പറയും എന്നുള്ള ഇതൊന്നും പറയുന്നു. അപ്പം മഹേഷ് ഇഷിതയും പറയുന്നു, കൈലാസ് ജാമ്യം എടുത്തിട്ട് എവിടെ പോയിട്ടുണ്ടാവും എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും അവൻ ആകാശിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് എപ്പിസോഡ് പോകുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.